Hello, sir. Welcome to this discussion. Sir, ഇപ്പൊ നമ്മൾ ഗൂഗിൾ RHC ടൈപ്പ് ചെയ്ത് നോക്കിയാൽ തന്നെ ഫസ്റ്റ് റിസൾട്ട്സിൽ എന്തായാലും IPSR ഉണ്ടാവും. സോ അത് തന്നെ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എത്രത്തോളം സ്ട്രോങ് ആണെന്നാണ് കാണിക്കുന്നത്. സോ ഈ ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിലും എന്തായാലും ഉണ്ടാവും. സോ ഒരുപാട് പേര് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് IPSR എന്താണ് വ്യത്യസ്തമാക്കുന്നത്? പറഞ്ഞത് ശരിയാണ്. IPSR എപ്പോഴും ഒരു അഡ്വർടൈസ്മെന്റ് ഒത്തിരി കൊടുത്ത് അതിന് വേണ്ടിയിട്ട് കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്ത് അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. കാരണം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പൈസ കൂടി സ്റ്റുഡൻസിന് മറ്റു വിധത്തിൽ പ്രയോജനപ്പെടുന്ന വിധത്തിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിലെ കാര്യങ്ങളാണെങ്കിലും ഫാക്കൽറ്റിയുടെ കാര്യത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാണ് IPSR ചെയ്യാറുള്ളത്. നമ്മൾ ആദ്യം മുതൽ നമ്മുടെ പ്രോഡക്റ്റ് സർവീസസ് പ്രൊമോട്ട് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴിയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, നമ്മുടെ എക്സ്പെർട്ടൈസ് എന്താണ്, അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ് കോഴ്സിലേക്ക് സ്റ്റുഡൻസിനും അത് കിട്ടുന്ന വിധത്തിലാണ് നമ്മൾ എല്ലാ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് അതുപോലെ തന്നെയാണ്. കാരണം നമുക്ക് IPSR തുടങ്ങിയപ്പോൾ മുതൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്ന ടീം മെമ്പേഴ്സ് നമുക്കുണ്ട്. 22 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ടീം മെമ്പേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ പിന്നീട് കടന്നു വന്നവരുണ്ട്. അവരുടെ എല്ലാ എക്സ്പെർട്ടൈസ് ആണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നമ്മൾ തുടങ്ങിയ സമയത്ത് സിലബസ് ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ കരിക്കുലം ഡെലിവറി എങ്ങനെ വേണമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഒക്കെ ഈ എക്സ്പെർട്ടൈസ് ആണ് നമ്മൾ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റുഡൻസിന് കുറച്ചുകൂടെ ഒരു റിയൽ ടൈം വർക്ക് ചെയ്യുന്ന ഒരു ഫീല് ഈ കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. നമ്മുടെ ടാസ്കുകളും എല്ലാം അതിനനുസരിച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന്റെ മോഡ് ഓഫ് ട്രെയിനിങ് എങ്ങനെയാണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന്റെ മോഡ് ഓഫ് ട്രെയിനിങ് ഞങ്ങൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ മോഡാണ്. കാരണം നമുക്കറിയാം, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ എപ്പോഴും ഓൺലൈനായിട്ടാണ് അത് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് തന്നെയല്ല, ധാരാളം റിസർച്ച് ചെയ്യേണ്ട ഒരു ഏരിയയാണ്. കാരണം ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിലാണ് പുതിയ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. SEO ആണെങ്കിൽ ഗൂഗിളിന്റെ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒത്തിരി റിസർച്ച് നടക്കണം. ഇതെല്ലാം ഓൺലൈനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് സ്റ്റുഡൻസിന് എപ്പോഴും അതൊന്ന് ഫെമിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ട്രെയിനിങ് ആണ് ഞങ്ങൾ സ്റ്റുഡൻസിന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓഫ്ലൈനിൽ വന്നിരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതുകൊണ്ട് ഓൺലൈനായിട്ട് അവർ ചെയ്യുന്നു. നമ്മൾ ഓൺലൈനായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നു. ഇൻസ്ട്രക്ടർ ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കൊരു ലേണിംഗ് മാനുവൽ സിസ്റ്റം ഉണ്ട്. അതിനകത്ത് കണ്ടന്റ് എല്ലാം അപ്ലോഡഡ് ആണ്. ഏതെങ്കിലും ഇൻ കേസ് അവർക്ക് ലൈവ് സെഷൻസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആണ്. ടാസ്ക്, അസൈൻമെന്റ്സ് എല്ലാം നമ്മുടെ ലേണിംഗ് മാനുവൽ സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും, ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഐഡിയത്തോൺ ആണെങ്കിൽ അതെല്ലാം ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം വഴിയാണ് നമ്മൾ കൊടുക്കുക. അത് കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആവുന്നുണ്ട്. പിന്നീട് അവർക്ക് ഫ്യൂച്ചറിൽ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് വരുമ്പോഴും അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇവരോട് സജസ്റ്റ് ചെയ്യുന്നതും IPSR എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ സർ. സോ പ്ലേസ്മെന്റ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ സപ്പോർട്ടാണ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നത്? പ്ലേസ്മെന്റ് സപ്പോർട്ട് നമ്മൾ IPSRലെ എല്ലാ സ്റ്റുഡൻസിനും കൊടുക്കുന്ന പോലെ തന്നെയുള്ള സെയിം പ്രോസസ് ആണ് ഇവിടെയുള്ളത്. അവരുടെ റെസ്യൂമി അവരോട് പ്രിപ്പയർ ചെയ്യാൻ പറയും. എന്നിട്ട് അതിനകത്തുള്ള എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെർട്ട് ടീം, കരിയർ സെന്റർ ടീം അത് ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് പ്രോപ്പറായിട്ട് അത് റെസ്യൂമി പ്രിപ്പയർ ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ HR ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മോക്ക് ഇന്റർവ്യൂസ് ടെക്നിക്കലായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ക്വസ്റ്റ്യൻസ് നമ്മൾ അവരോട് ചോദിച്ച് അവരെ പ്രിപ്പയർ ചെയ്യിക്കും. പിന്നെ ഇവർ ഓരോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർക്ക് എന്താണോ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നിട്ടുള്ള അഡീഷണൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കും. അങ്ങനെ ഒരു പ്ലേസ്മെന്റ് ആ സ്റ്റുഡന്റിന് കിട്ടുന്നവരെയുള്ള ഒരു ഫുൾ സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷവും നമ്മൾ സപ്പോർട്ട് കൊടുക്കാറുണ്ട്. കാരണം പ്ലേസ്മെന്റ് കിട്ടി കഴിഞ്ഞാൽ ചില സ്റ്റുഡൻസിന് കുറച്ചുകൂടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി പോകണം. പ്രത്യേകിച്ച് ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗിലൊക്കെ ആകുമ്പോൾ നമുക്കറിയാം, വെളിയിലിരുന്ന് ചെയ്യുന്ന വർക്കുകളും ഇപ്പം ദുബായിൽ അല്ലെങ്കിൽ UK ഉള്ള വർക്കുകളും ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റും. വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പം ബെറ്റർ ഓപ്പർച്യൂണിറ്റി നമുക്കത് അവർക്ക് വരുമ്പം ബെറ്റർ ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുന്നുമുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ പ്ലേസ്മെന്റ് സപ്പോർട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആർക്കാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എല്ലാവർക്കും പറ്റുന്ന ഒരു കോഴ്സാണ്. നമുക്ക് ഇവിടെ സ്റ്റുഡൻസ് വരുന്നത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ non-IT ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആർട്സ്, സയൻസ്, കൊമേഴ്സ് എല്ലാ മേഖലയിൽ നിന്നും സ്റ്റുഡൻസ് വരാറുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ ഓണ്ടർപ്രണേഴ്സ് വരാറുണ്ട്. ഇപ്പം സ്മോൾ ബിസിനസ് ഒക്കെ നടത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ ഇപ്പം കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നവർ നമുക്ക് ഒത്തിരി കാണുന്നുണ്ട് ഈ സമയങ്ങളിലൊക്കെ. അവർ കൂടുതലും സോഷ്യൽ മീഡിയ വഴിയാണ് അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നത്.
അങ്ങനെ ചെറുകിട വ്യവസായങ്ങൾ നടത്തുന്നവര്. അപ്പം ഇവർക്കൊക്കെ പ്രയോജനകരമായിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ഒരു ജോബിന് വേണ്ടിയിട്ട് മാത്രമല്ല, പലരും അവരുടെ ബിസിനസിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ ചെയ്യാറുണ്ട്. ഇനിയും വേറെ ചില സ്റ്റുഡൻസ് ഉണ്ട്, അവർ ജോബിന് പോകുന്നില്ല, അവർക്കൊരു സെൽഫ് എംപ്ലോയ്മെന്റ്, ലൈക്ക് ഒരു ഇൻഫ്ലുവൻസർ ആകണം. നമ്മളിപ്പോൾ ഇൻഫ്ലുവൻസറിനെ പറ്റിയൊക്കെ ഒത്തിരി കേൾക്കാറുണ്ട്, യൂട്യൂബ് ചാനൽസ് ഒത്തിരി നമ്മൾ കാണാറുണ്ട്, ചില ട്രാവൽ വ്ളോഗ്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നല്ലൊരു റവന്യൂ ഉണ്ടാക്കുന്ന ധാരാളം പേരുന്ന നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പൊ അതൊക്കെ കണ്ട് ഇൻസ്പിറേഷൻ ഉള്ള കുറെ സ്റ്റുഡൻസ് അവർക്ക് സെൽഫായിട്ട് ഇതുപോലെ ഇൻഫ്ലുവൻസർ ആകാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. അപ്പം എല്ലാ കാറ്റഗറി ആൾക്കാർക്കും പറ്റുന്ന ഒരു കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. അപ്പം അവർക്ക് അവരുടേതായ മേഖലകളിൽ എന്താണ് വേണ്ടത് അതനുസരിച്ച് പഠിക്കാനും, പിന്നെ മുമ്പോട്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഇൻഫ്ലുവൻസർ ആകേണ്ട ആൾ സോഷ്യൽ മീഡിയ ആയിരിക്കും ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞ് അടുത്തൊരു ലെവലിലേക്ക് വരുമ്പോൾ അവർക്ക് SEO വേണ്ടി വരും, കാരണം അവരുടെ ഇത് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ SEO നോളജ് വേണ്ടി വരും. അപ്പൊ അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസും ധാരാളം ഇവിടെ വരാറുണ്ട്. ഇത് കൂടാതെ ഒരു ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, അതായത് ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആയിട്ട് ഒരു സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവരുണ്ടാവും. കാരണം അവരുടെ അടുത്തുള്ള ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഇവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രീലാൻസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് ഈ മേഖലയിൽ. കാരണം അവർക്ക് മറ്റ് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാവും, ഇതൊരു പാർട്ട് ടൈം ആയിട്ട് എടുത്തുകൊണ്ട് അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന സ്റ്റുഡൻസും ഉണ്ട്. അങ്ങനെയും നമുക്ക് സ്റ്റുഡൻസിനെ കിട്ടാറുണ്ട്. Okay, sir. Thank you so much. We have Mrs. Archana, Digital Marketing Team Lead. Hi, ma'am. Hi. Ma'am, digital marketing course in this syllabus, അതേപോലെ mode of delivery, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? Okay. ഒരു കാൻഡിഡേറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു കമ്പനിയിലേക്ക് കയറുന്ന സമയത്ത് ആ ഒരു കമ്പനി കാൻഡിഡേറ്റിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ബേസിക് സെറ്റ് ഓഫ് സ്കിൽസ് ഉണ്ട്. സോ ആ ഒരു സെറ്റ് ഓഫ് സ്കിൽസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആവാം. ഓക്കെ, സോ നമ്മൾ IPSRൽ ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാൻഡിഡേറ്റ് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അലോങ് വിത്ത് ഇന്റേൺഷിപ്പ് ഒരു കമ്പനി ആ കാൻഡിഡേറ്റിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മൾ കൊടുക്കുന്നത്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഗൂഗിൾ ആഡ്സ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, കണ്ടന്റ് മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, SEO എന്നീ ഏരിയാസിൽ നമ്മൾ കംപ്ലീറ്റ് വർക്ക് എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ലൈവ് ടാസ്ക് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബ് വീഡിയോ ക്രിയേഷൻ ടാസ്ക് കൊടുക്കുന്നുണ്ട്, ബ്ലോഗ് ക്രിയേഷൻ ടാസ്ക് കൊടുക്കുന്നുണ്ട്. സോ ഈ ടാസ്കുകളോടെ ഒക്കെ അവർക്ക് കിട്ടുന്ന ഒരു ഔട്ട്കം എന്ന് പറയുന്നത് അവരുടെ കണ്ടന്റ് ക്രിയേഷൻ സ്കിൽസ് അല്ലെങ്കിൽ വീഡിയോ ക്രിയേഷൻ സ്കിൽസ് അവർക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ സാധിക്കും. SEOന്റെ കേസ് എടുക്കുകയാണെങ്കിൽ പലർക്കും ഉള്ള ഒരു ഡിഫിക്കൽട്ടി ആണ്. അതായത് അവർക്ക് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, കുറെ ഗൂഗിൾ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, പക്ഷെ ഒരു ലൈവ് പ്രോജക്റ്റ് എടുത്ത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് കിട്ടാറില്ല, ഒരു ഇന്റർവ്യൂക്ക് പോകാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് കിട്ടാറില്ല. സോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ IPSRന്റെ സ്റ്റുഡൻസിന് നമ്മൾ അവർക്ക്, അതായത് SEO ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട് ഇന്റേൺഷിപ്പിന്റെ സമയത്ത്. സോ ആ ഒരു ടൈമിൽ അവർക്ക് യോസ്റ്റ് SEO, റാങ്ക് മാത്ത് തുടങ്ങിയ SEO പ്ലഗിൻസ് അവരെന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവരെന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് അവർക്ക് SEO പഠിക്കാനുള്ള ഒരു അവസരമാണ് നമ്മളിവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്. സോ അതുപോലെ തന്നെ നമ്മൾ SEO ഓഡിറ്റ് ടാസ്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു SEO ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റിന് SEO ഓഡിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ട് ആയിരിക്കില്ല അടുത്തൊരു വെബ്സൈറ്റ് ഓഡിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു റിസൾട്ട്. സോ ആ ഒരു വെബ്സൈറ്റ് ഓഡിറ്റ് ടാസ്കുകൾ ഓക്കെ, അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ വേണം നമുക്ക് ആ SEOന്റെ സ്കിൽസ് അങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെന്ററിങ് സപ്പോർട്ടും മൾട്ടിപ്പിൾ വെബ്സൈറ്റ്സും നമ്മൾ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതായിരിക്കും. സോ അങ്ങനെ ലൈവ് പ്രോജക്ട്സിൽ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ആ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുകയും അവർക്ക് ഒരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കരിയർ സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും ഒരു ഫ്രീലാൻസ് വർക്ക് ചെയ്യാനാണെങ്കിലും അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ് ഡേറ്റ അനാലിറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ഡേറ്റ, ഒരു വെബ്സൈറ്റിൽ വരുന്ന വിസിറ്റേഴ്സ് ആരൊക്കെ വരുന്നു, ഏതൊക്കെ കൺട്രീസിൽ നിന്ന് വരുന്നു, ഏതൊക്കെ ഡിവൈസസ് നിന്ന് വരുന്നു, ഒരു വീക്ക്ലി എത്ര ട്രാഫിക് വരുന്നുണ്ട് വെബ്സൈറ്റിൽ, വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി എത്ര ട്രാഫിക് വരുന്നുണ്ട് വെബ്സൈറ്റിൽ, ഇതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് പറ്റിയ ഒരു വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മീഡിയ ആണ് ഗൂഗിൾ അനാലിറ്റിക്സ്. സോ ഗൂഗിൾ അനാലിറ്റിക്സിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഡേറ്റ കിട്ടും. സോ അതിലൂടെ നമുക്ക് വെബ്സൈറ്റിൽ എത്ര ആൾക്കാർ ബൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വെബ്സൈറ്റിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതും നമുക്ക് ചെയ്യാം. സോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിൽസും പ്രാക്ടിക്കൽ ടാസ്കുകൾ നമ്മൾ
മോണിറ്റർ ചെയ്യാനുള്ള പ്രാക്ടിക്കൽ ടാസ്കുകൾ നമ്മൾ സിലബസിൽ കൊടുക്കുന്നതായിരിക്കും. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും അറിയുന്നുണ്ടെങ്കിൽ, ഒരു പ്രാക്ടിക്കൽ നോളജ് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും യു ക്യാൻ ബിക്കം എ സക്സസ്ഫുൾ ഡിജിറ്റൽ മാർക്കറ്റർ. ഓക്കെ മാം, സിലബസ് ഒന്ന് സമപ്പ് ചെയ്ത് പറയാമോ? ഓക്കെ, നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അത് ബേസിക് ആൻഡ് അഡ്വാൻസ്, അതായത് ആഡ്സ് കൂടെ വരുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ വി ഹാവ് കണ്ടന്റ് മാർക്കറ്റിംഗ് ഇസ് ദ കണ്ടന്റ് മാർക്കറ്റിംഗിൽ വി ഹാവ് കോറ മാർക്കറ്റിംഗ്, കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ അതിൽ വരുന്നതായിരിക്കും. ബ്ലോഗ് റൈറ്റിംഗ്, ആർട്ടിക്കൽ സബ്മിഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ദെൻ വി ഹാവ് ഗൂഗിൾ ആഡ്സിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആഡ്സ്, യൂട്യൂബ് ആഡ്സ്, അങ്ങനെ എന്തൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ads ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആവുന്നതായിരിക്കും. Then we have affiliate marketing, various opportunities of affiliate marketing നമ്മൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. Then we have Google Tag Manager also. ഇപ്പം Google Analytics without website backend details, with Analytics account data നമുക്ക് അതിലുള്ള ഡേറ്റാസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. സോ അതിനുവേണ്ടി Google Tag Manager also നമ്മൾ ഇപ്പം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ സിലബസിൽ. And then we have SEO ബേസിക് ആൻഡ് അഡ്വാൻസ്. SEO mostly practical knowledge ആണ് very important, because practical knowledge ഇല്ലാതെ most of the places അവർ theoretical knowledges മാത്രമാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് മാത്രം കാര്യമല്ല. ഇപ്പൊ കമ്പനീസ് ഒക്കെ നോക്കുന്നത് തന്നെ പണി അറിയോ, അതായത് സർട്ടിഫിക്കറ്റ്സിനെക്കാളും കമ്പനി നോക്കുന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡ് കൂടെയാണ് അവർ പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ നോക്കുന്നത്. സോ ആ ഒരു കേസിൽ നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നതായിരിക്കും. ഈ മൊഡ്യൂൾസ് പെർട്ടിക്കുലർ ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കുമോ? അതായത് ഇപ്പൊ SEO മാത്രമായിട്ട് ചൂസ് ചെയ്യുന്നവര്? തീർച്ചയായും നമ്മൾ SEO മാത്രമായിട്ട് ആവശ്യമുള്ളവർ വരുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മാത്രം ആവശ്യമുള്ളവർ വരുന്നുണ്ട്. സോ അക്കോർഡിംഗ് ടു യുവർ തിങ് നമ്മൾ നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്യാം. പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കോഴ്സ് എടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എല്ലാം ഇന്റർ ഡിപെൻഡന്റ് ആണ്. സോ നിങ്ങൾക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഫ്യൂ മന്ത്സ് ബിഫോർ ഒരു സ്റ്റുഡന്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ അവർ ആദ്യം SEO മോഡ്യൂൾ മാത്രമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ദെൻ ലേറ്റർ ഓൺ he understood that other SEO മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, എല്ലാത്തിലും ഒരു നോളേജ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. Later on he took the other modules as well. So it's always better to, I suggest you to take the entire digital marketing course. Okay ma'am, thank you so much. Okay. Are you confused about what to choose as the next step towards your career? Contact us and our educational counselors will help you out. If you have any IT related doubts, you may comment below so that we can help you answer those questions in our IPSR Cast series. I will leave the link of the IPSR Cast playlist in the description as well. So see you in the next video of IPSR Cast. Thank you and have a great day.